നമസ്കാരം. ലൈവ് കേരള ചാനലിൻ്റെ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആകെ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓപ്ഷൻസ് ഇല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് അടയ്ക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മഴത്തുള്ളികൾ ഗോളാകൃതിയിലാവാൻ കാരണം എന്താണ്? മഴത്തുള്ളികൾ ഗോളാകൃതിയിലാകാൻ കാരണം എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് മഴത്തുള്ളികൾ ഗോളാകൃതിയിലാകാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പെൻസിലിൻ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം എന്താണ്? പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം എന്താണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഏത് വാതകം ഉപയോഗിച്ചിട്ടാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വീൽസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വീൽസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ് തരംഗദൈർഘ്യം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അയൺ സൾഫേറ്റ് സംയുക്തത്തിൻ്റെ നിറം എന്താണ്? അയൺ സൾഫേറ്റ് സംയുക്തത്തിൻ്റെ നിറം എന്താണ് എന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അയൺ സൾഫേറ്റ് സംയുക്തത്തിൻ്റെ നിറം എന്താണ്? ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ECG നമുക്കെല്ലാം അറിയാം. ECG എന്തിനാണ് കുത്തിവെക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ECG കണ്ടുപിടിച്ചത് ആരായിരുന്നു? അതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ECG കണ്ടുപിടിച്ചത് ആരായിരുന്നു? അതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യമായി പരീക്ഷണശാലയിൽ യൂറിയ നിർമ്മിച്ചത് ആരായിരുന്നു? ആദ്യമായി പരീക്ഷണശാലയിൽ യൂറിയ നിർമ്മിച്ചത് ആരായിരുന്നു? അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മനുഷ്യനെ ഏറ്റവും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? മനുഷ്യനെ ഏറ്റവും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിച്ചത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സോഡിയം വേപ്പർ ലാബിൽ നിന്നുണ്ടാക്കുന്ന പ്രകാശത്തിൻ്റെ നിറം എന്താണ്? സോഡിയം വേപ്പർ ലാബിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ നിറം എന്താണ്? സോഡിയം വേപ്പർ ലാബിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ നിറം എന്താണെന്നുള്ളതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രകാശങ്ങളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? കോശങ്ങളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോശങ്ങളിലെ
പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? കോശങ്ങളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? ഏത് വസ്തുവിനെയാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ്? 15 ക്വസ്റ്റ്യൻസ് ആണ് വായിച്ചത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മഴത്തുള്ളികൾ ഗോളാകൃതിയിലാവാൻ കാരണം എന്താണ്? മഴത്തുള്ളികൾ ഗോളാകൃതിയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ത് കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം ഏതാണ്? പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വീൽസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വീൽസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ഏത് നിറത്തിനാണ് തരംഗദൈർഘ്യം കൂടുതലുള്ളത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അയൺ സൾഫേറ്റ് സംയുക്തത്തിൻ്റെ നിറം എന്താണ്? അയൺ സൾഫേറ്റ് സംയുക്തത്തിൻ്റെ നിറം എന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ECG കണ്ടുപിടിച്ചത് ആരായിരുന്നു? ആരാണ് ECG കണ്ടുപിടിച്ചത്? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? 10 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യമായി പരീക്ഷണശാലയിൽ യൂറിയ നിർമ്മിച്ചത് ആരായിരുന്നു? ആദ്യമായി പരീക്ഷണശാലയിൽ യൂറിയ നിർമ്മിച്ചത് ആരായിരുന്നു? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മനുഷ്യന് ഏറ്റവും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. മനുഷ്യന് ഏറ്റവും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? അതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എല്ലാ ഉത്തരവും കമൻറ്റ് ചെയ്യുക. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സോഡിയം വേപ്പർ ലാബിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ നിറം എന്താണ്? സോഡിയം വേപ്പർ ലാബിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതാണ്? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. കോശങ്ങളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? കോശങ്ങളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? അതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 15 ക്വസ്റ്റ്യൻസും ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും ദിവസം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LD ക്ലർക്ക് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയാത്ത ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നാളെ അടുത്ത ക്വിസ് പ്രോഗ്രാമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.